ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 5ാമത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഒരു അടാറ് നാടൻ വ്ലോഗിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പുതുപുത്തൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് കർണാടകയിലെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലാണ്. ഇരിപ്പ് വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്ന മാനന്തവാടിയിൽ നിന്നും വെറും 36 കിലോമീറ്റർ മാത്രമുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കാടിനുള്ളിൽ കൂടിയൊക്കെ പോകാനുണ്ട്. അപ്പോൾ യാത്ര ആസ്വദിച്ച് കാടുകളെല്ലാം കണ്ട് യാത്ര ആസ്വദിച്ച് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് വരാം. റണ്ണിങ് ആട്ടോ. നമ്മളിപ്പോൾ തിരുനെല്ലിക്ക് പോകേണ്ട റോഡ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ തിരുനെല്ലി, റൈറ്റിലേക്ക് പോയാൽ കുറ്റയാണ്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല പച്ചപ്പുണ്ട് കേട്ടോ കാടിന്. എന്തായാലും കാട്ടുകൂടിയുള്ള യാത്രകൾ അടിപൊളിയാണ്. ഇവിടെ തോൽപ്പെട്ടി എത്തുന്ന മുന്നേ 2 റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ കാട്ടിക്കുളവും പെട്രോൾ പമ്പുണ്ട്. അഥവാ കാട്ടിക്കുളത്ത് നിന്ന് അടിക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ തോൽപ്പെട്ടി ഉണ്ട് പെട്രോൾ പമ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടയിലും പെട്രോൾ പമ്പ് കൊടുക്കുന്നുണ്ട്, പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ നമ്മൾ തോൽപ്പെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ മറ്റേ ഇരിപ്പ് വെള്ളച്ചാട്ടത്തിൽ എത്താനായി. ഇവിടെ കാടിൻ്റെ ഉള്ളിലേക്ക് ജീപ്പ് വഴി നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ടിക്കറ്റ് റേറ്റ് ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് ഇടുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ കുട്ടയിലെ പെട്രോൾ പമ്പ് കേട്ടോ. HP-ൻ്റെ കുട്ടയിലെ പെട്രോൾ പമ്പാണ്. ഇപ്പോൾ കുട്ട ടൗണ് നമ്മൾ ഏകദേശം എത്തിച്ചേരാനായിരിക്കുകയാണ്. ഇവിടെ കുട്ട ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. നമ്മളെ മാനന്തവാടി ബസ് സ്റ്റാൻഡിന് അവിടെ കിടക്കുന്നുണ്ട്. മാനന്തവാടി ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കേരള ബസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കുട്ട ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ ടൗണാണ്. ATM ഫെസിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഉണ്ട് കേട്ടോ. പിന്നെ BAR ബാറുണ്ട്. പിന്നെ കുട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡാണ്. എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാനും പറ്റും. പിന്നെ ഗട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിപ്പ് വാട്ടർഫാൾസിൻ്റെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 വഴിയാണുള്ളത്. ഫസ്റ്റ് വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ്.
ഇതിൻ്റെ നമ്മൾ ഈ ലെഫ്റ്റ് ചേർന്ന് പോയിട്ടില്ലെങ്കിൽ വേറെ കുറച്ചും കൂടി ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ വഴിയുണ്ട്. അത് കുറച്ചും കൂടി നല്ല വഴിയാണ്. എന്നാൽ ഈ വഴി ഇപ്പം നന്നാക്കിയിട്ടുണ്ട്, പണ്ടത്തേനേക്കാളും നന്നാക്കിയിട്ടുണ്ട്, നല്ല റോഡാക്കിയിട്ടുണ്ട്. ഈ വഴി കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന കുറേ മരങ്ങൾ മൊത്തം ഓറഞ്ചാണ് കേട്ടോ. ഒരു ഓറഞ്ച് കായ്ക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റും. പക്ഷെ പറിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ. അതുകൊണ്ട് ആരും പറിക്കാനും നിൽക്കില്ല. ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇരിപ്പ് വാട്ടർഫാൾസിൽ വരുന്നതാണ്. കാരണം നേരിട്ട് തലയിലേക്ക് നല്ല ഹൈറ്റിന്ന് തല എന്താ പറയുക, നമ്മളെ തലയിലേക്ക് കുത്തനെ വന്ന് പതിക്കും വെള്ളം, നല്ല തണുത്ത വെള്ളം. അടിപൊളിയാണ് അവിടെ നിന്ന് കുളിക്കുന്നത്. പിന്നെ എന്താ പറയുക, വലിയൊരു മലയും കാണാം. അപ്പം നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി കറക്കി അങ്ങോട്ടേക്ക് അങ്ങ് കയറ്റാം. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾ എൻട്രിങ് ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ്. 3 ആൾക്കും കൂടി, ഞങ്ങൾ 3 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 150 രൂപയും പിന്നെ കാറിനും ബൈക്കിനും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപയും, എല്ലാം കൂടി 160 രൂപയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ നമുക്കൊരു വലിയൊരു മല കാണാം. കഴിഞ്ഞ വരക്ക് ഉള്ളോട്ടായിരുന്നു സാധാരണ വഴി. ആ വഴിയായിരുന്നു, ആ വഴി മൊത്തം ഉള്ളോട്ടിൻ്റെ നമുക്ക് ഷോർട്ട് കട്ട് വഴി. ഇവിടെ ഉരുള് പൊട്ടിയിട്ട് നമുക്കിപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധാരണ രീതിയിൽ ആ വെള്ളം ചാടി വരുന്നില്ല. അവിടെ തന്നെ നമുക്ക് കയറിയിട്ട് അവിടെ നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല. അവിടെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുക. കണ്ടിട്ട് ഇവിടെ ചെറിയ താഴെ നിന്ന് കുളിക്കാൻ പറ്റും. അവിടെ മൊത്തം ഗേംസാണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഈ സാധാരണ രീതിയിൽ അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു, കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. നല്ല ഹൈറ്റ് തലയിലേക്ക് നേരത്തെ വന്ന് ചാടും. ഇപ്പോൾ ഈ മഴ കാരണം ഇപ്പോൾ എല്ലാം കൂടി നശിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ 5ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.